വേണുഗോപാലിനെ AICC പ്രസിഡന്റായി നിയമിക്കുമെന്ന കള്ളപ്രചാരണം അഴിച്ചുവിട്ടത് വേണുഗോപാലിന് വേണ്ടി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ചില മാധ്യമപ്രവർത്തകരാണ്. വേണുഗോപാലിനെ വെട്ടി VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ആ നിമിഷത്തിൽ തന്നെ വേണുഗോപാലിനെ AICC പ്രസിഡന്റായി നിയമിക്കുമെന്ന വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ കാരണം വേണുഗോപാലിനുണ്ടായ നാണക്കേടും മാനക്കേടും മറച്ചുവെക്കുവാൻ വേണ്ടി മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ മറികടന്ന് രാഹുൽ ഗാന്ധിയുടെ തന്നിഷ്ടപ്രകാരം KC വേണുഗോപാലിനെ AICC പ്രസിഡന്റാക്കുവാൻ കഴിയില്ലെന്ന് അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ള എല്ലാവർക്കും അറിയാം. KC വേണുഗോപാലിന് AICC പ്രസിഡന്റ് ആകണമെങ്കിൽ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വേണുഗോപാൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തെങ്ങാനും ഉണ്ടായാൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി വേണുഗോപാൽ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ രാഹുൽ ഗാന്ധിയല്ല, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഹൈക്കമാൻഡ് മൊത്തത്തിൽ പണിയെടുത്താലും KC വേണുഗോപാൽ വിജയിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. അതിന് കാരണം ദേശീയതലത്തിൽ കോൺഗ്രസിനെ തകർത്തു തരിപ്പണമാക്കിയത് KC വേണുഗോപാൽ ആണെന്ന ആരോപണം എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും നിലനിൽക്കുന്നത് കൊണ്ടാണ്. കോൺഗ്രസിലെ ഏറ്റവും വലിയ BJP ചാരൻ എന്ന രീതിയിലാണ് രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് അണികൾ വേണുഗോപാലിനെ കാണുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹം കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ തല്ലി തകർത്തത്. വേണുഗോപാലിനെ വെട്ടി VD സതീശനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അവസാന നിമിഷം വരെ പ്രവർത്തിച്ചത് വേണുഗോപാലിന്റെ BJP അനുകൂല നിലപാടുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ BJP കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിം മതവിശ്വാസികൾ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി VD സതീശന്റെ പുറകിൽ അണിനിരുന്നത്. ഈ യാഥാർത്ഥ്യം VD സതീശൻ മനസ്സിലാക്കിയാൽ VD സതീശന് കൊള്ളാം. AICC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളെയും കോൺഗ്രസ് ഭരണഘടനയെയും അവഹേളിച്ചുകൊണ്ടാണ് KC വേണുഗോപാലിനെ ഉടനെ AICC പ്രസിഡന്റ് ആക്കുമെന്ന് ചില മാധ്യമങ്ങൾ തട്ടിവിടുന്നത്. വേണുഗോപാലിനെ ഉടനെ AICC പ്രസിഡന്റ് ആക്കുമെന്ന് ഹൈക്കമാൻഡിലെ ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇങ്ങനെ യാതൊരു പ്രഖ്യാപനവുമില്ലാതെ മാധ്യമങ്ങൾ എന്തിനാണ് കള്ളപ്രചാരണം നടത്തുന്നതെന്നും ഇതിന്റെ പിറകിൽ ആരാണ് കളിക്കുന്നതെന്നും അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. AICC പ്രസിഡന്റ് സ്ഥാനവും മുഖ്യമന്ത്രി കസേരയും ഒക്കെ മോഹിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ സ്വൽപ്പം കൂടി വിവരം വേണം. AICC ഭാരവാഹികൾ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാ സംസ്ഥാനങ്ങളിലെയും PCC അംഗങ്ങൾ, AICC അംഗങ്ങൾ, കോൺഗ്രസ് MPമാർ, MLAമാർ എന്നിവരടക്കം 10,000-ലധികം ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് AICC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഇതിൽ 500 വോട്ടുകൾ പോലും വേണുഗോപാലിന് കിട്ടില്ല എന്നതാണ് പരമാർത്ഥം. 100 വോട്ടുകൾ കിട്ടിയാൽ ഭാഗ്യം. വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാൽ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ശക്തനായ നേതാവ് വിജയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഡോക്ടർ ശശി തരൂരും സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ശശി തരൂർ വിജയിക്കുന്ന കാര്യം സംശയമാണ്. കാരണം വേണുഗോപാലിനെതിരെ മത്സരിക്കാൻ സച്ചിൻ പൈലറ്റ് അടക്കം പല ദേശീയ നേതാക്കളും രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഉത്തരേന്ത്യയിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും KC വേണുഗോപാലിനെതിരെ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ ഹൈക്കമാൻഡിന് കഴിയുന്നതിനാൽ അടുത്ത കാലത്തൊന്നും AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടത്താൻ സാധ്യതയില്ല. എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏക പോംവഴി KC വേണുഗോപാലിനെ ഇപ്പോൾ തന്നെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കുക എന്ന് മാത്രമാണ്. അങ്ങനെ സംഭവിച്ചാൽ സംഘടനാ തലത്തിൽ ഒരു പരിധിക്കപ്പുറം വേണുഗോപാലിന് ഇനി കളിക്കാൻ സാധിക്കില്ല. നിലവിലുള്ള സംഘടനാ ചുമതലയിൽ നിന്നും വേണുഗോപാലിനെ മാറ്റിയാൽ കഴിഞ്ഞ 10 വർഷത്തോളമായി വേണുഗോപാൽ വളർത്തിക്കൊണ്ടുവന്ന KC ഗ്രൂപ്പ് വട്ടപൂജ്യമാകുമെന്ന് ഉറപ്പാണ്. അതോടെ KC ഗ്രൂപ്പിലെ MLAമാരും MPമാരും സംസ്ഥാന ജില്ലാ നേതാക്കളുമൊക്കെ പതുക്കെ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഗ്രൂപ്പിലേക്ക് കാലുമാറുകയും ചെയ്യും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യഥാസമയം അറിയുന്നതിനോടൊപ്പം പല വാർത്തകളുടെയും അണിയറ കഥകളും മനസ്സിലാക്കുവാൻ റിപ്പബ്ലിക്കൻ ന്യൂസ് എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.